പുലർച്ചെ മുതൽ പെയ്ത കനത്ത മഴയിലും നിരവധി ഭക്തരാണ് തിരുവോണനാളിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടി ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത്. ദേവസ്വം ബോർഡ് നേരിട്ടാണ് ഇക്കുറി തിരുവോണ സദ്യ ഒരുക്കിയത്. അതേസമയം സദ്യ ജീവനക്കാർക്ക് മാത്രമാണോ ഭക്തർക്കും നൽകണോ എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ലാതിരുന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കി. മഞ്ഞും മഴയും തീർത്ത തണുത്ത പ്രഭാതത്തിൽ പുലർച്ചെ 5 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ സന്നിധാനത്തേക്ക് കൂടുതലായി എത്തി മലയാളികൾ. നല്ല നാളുകൾക്കായി പ്രാർത്ഥനയോടെ ഭക്തർ. പതിവ് പൂജകളും പടിപൂജയുമാണ് ഇന്നുള്ളത്. തിരുവോണ സദ്യ ഇക്കുറി ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. സ്പോൺസർഷിപ്പുകളും ധനശേഖരണവും ഒഴിവാക്കാനാണ് ഈ തീരുമാനം. അതേസമയം ഭക്തർക്ക് തിരുവോണ സദ്യ നൽകുന്നതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ആശയക്കുഴപ്പമുണ്ടായി. അന്നദാന മണ്ഡപത്തിലും ഭക്തർക്ക് ഭക്ഷണം ക്രമീകരിച്ചിരുന്നു. മെസ്സിൽ സജ്ജമാക്കിയ സദ്യ ദേവസ്വം ജീവനക്കാർക്ക് മാത്രമോ എന്നതിലായിരുന്നു അവ്യക്തത നിലനിന്നത്. ഇത് സംബന്ധിച്ച് തുടക്കത്തിൽ പരാതികളും ഉയർന്നു. ഞങ്ങളുടെ വന്നത് ഓണസദ്യ കഴിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അയ്യപ്പൻ്റെ നടയിൽ വന്നത്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തൊട്ട് ഫസ്റ്റ് ഒരു ഹാളിൽ വന്ന് ഇലയിട്ട് സദ്യ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെയാണെന്ന് പറഞ്ഞ് ചുറ്റി പോയപ്പോൾ അടുത്ത ഹാളിലായിരുന്നു ഞങ്ങൾക്ക് വെജ് ബിരിയാണിയും അച്ചാറും കിട്ടിയത്. അപ്പോൾ ഇതൊരു വലിയൊരു വിഷമമായി മാറി. അയ്യപ്പൻ്റെ സദ്യ കഴിക്കാനാണ് ഞങ്ങളിവിടെ വന്നത്. അയ്യപ്പന്മാരെല്ലാം ഒരേപോലെ അയ്യപ്പൻ ഇവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ടായി മുന്നില് തത്വമസി, അത് പാലിക്കാൻ ഏവരും തയ്യാറാണ്. ഏത് ഒരു ഉദ്യോഗസ്ഥനോ അത് തയ്യാറാണ്. ഓണസദ്യ ഉണ്ടാവുന്ന ഇവര് അനൗൺസ്മെന്റ് ചെയ്ത്, പക്ഷെ ഓണസദ്യ പോയിട്ട് ഒരു സാമ്പാറും ഒരു കറി പോലും കൊടുത്തില്ല. ഒരു ബിരിയാണി എന്ന് പേര് പറഞ്ഞിട്ട് ഏതോ ഒരു വലിയ കുത്തരി വാങ്ങിയിട്ട് ഒരു കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാണ്ട് ഒരു നീണ്ട സാമ്പാർ ആക്കിയിട്ട് ഭക്തജനങ്ങൾക്ക് കൊടുക്കുകയാണ്. ഭക്തർക്ക് സദ്യ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പമുണ്ടായതോടെ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതിഷേധിച്ചു. തുടക്കത്തിൽ അവ്യക്തതകൾ ഉയർന്നുവെങ്കിലും പിന്നീട് ഭക്തർക്കും സദ്യ നൽകി. 2 ദിവസമായി കനത്ത മഴ പെയ്യുന്നതിനാൽ ശബരിമല പാതയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ജനം സന്നിധാനം.